RSS സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ക്യാമ്പിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമ വരുമെന്ന്. RSS ഓർഗനൈസറിൽ ബാക്ക് ടു ബാക്ക് ലേഖനം എഴുതുന്ന കാര്യം എന്താണ്? അവർ പാനിക്കായി പോയി. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത അറ്റാക്ക് അവിടെ നിന്ന് വന്നു. പാനിക്കായിട്ടുള്ള RSSനെ കണ്ടിട്ട് ഇവർ പേടിച്ചു പോയി, നമ്മുടെ സിനിമാക്കാരാകെ. ജോയ് മാത്യു ഓർമ്മയുണ്ടോ? പിണറായി വിജയനെ ആഞ്ഞാൻ ഞടിക്കുന്ന ധീരനായിട്ടുള്ള മനുഷ്യനാണ് ജോയ് മാത്യു. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ബി ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവന നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഹരീഷ് പേരടി, എനിക്ക് ഏറ്റവും തമാശ തോന്നിയ പ്രതികരണം ഹരീഷ് പേരടിയുടെ. ഹരീഷ് പേരടി എഴുതിയിരിക്കുകയാണ്, പിന്നെ ഞാനത് വേണമെങ്കിൽ വായിക്കാൻ ഉണ്ട്. ഹരീഷ് പേരടി എഴുതിയിരിക്കുകയാണ്, സർവകക്ഷി യോഗം മുഖ്യമന്ത്രി ഇറങ്ങിയിട്ട് സർവകക്ഷി യോഗം വിളിക്കണം. ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? ഒരു സിനിമ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ട് ഒരു വലിയ ബ്രഹ്മാണ്ഡമായുള്ള സംഭവം ആയതുകൊണ്ട് 12,000 ആൾ കൊല്ലപ്പെട്ട ഒരു സംഭവമാണല്ലോ. അതായതുകൊണ്ട് അവരുടെ ഈ ബ്രഹ്മാണ്ഡ സിനിമ എടുക്കാനുള്ള അറ്റ്മോസ്ഫിയറിനെ അവിടേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു. അതിനകത്തൊരു വ്യാജം അവർ പറഞ്ഞിട്ടില്ല. ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആള് ഈ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്, അല്ലെ? ശിക്ഷിക്കപ്പെട്ട ആളാണ്, ശിക്ഷിക്കപ്പെട്ട ആളാണ്. അയാൾ തന്നെയും പറഞ്ഞ കാര്യം അന്തരീക്ഷത്തിലുള്ളതാണ്. അപ്പോ വ്യാജമായിട്ട് പൃഥ്വിരാജോ മുരളി ഗോപിയോ ഒന്നും ചെയ്തിട്ടില്ല. വസ്തുത പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം വന്നപ്പോഴേക്ക് ഇതിങ്ങനെ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന ബേജാറായിട്ട് RSS ചാടി ഇറങ്ങിയാണ് കണ്ടത്. അവർ പാനിക്കായിരിക്കുകയാണ്. ആ പാനിക്കിൽ അവർ എന്താണ് ചെയ്യുക എന്ന് ഭയന്നിട്ട് നമ്മുടെ ധീരശൂര എന്നാണ് വിക്രമിന്റെ പടത്തിന്റെ പേര്, ശൂരന്മാരായിട്ടുള്ള നമ്മുടെ സിനിമാക്കാരൊക്കെ മൗനികളായിരിക്കുന്നു.